ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി തന്നെയാണ്. നമ്മൾ തമാശയൊക്കെ പറയാറുണ്ട് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർ ശരിക്കും ഒരു കോഴിമുട്ട കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രതീതിയിലാണ് അവർ ഫോൺ കൊണ്ട് നടക്കാറുള്ളത്. കാരണം കയ്യിൽ നിന്ന് വീണോ പൊട്ടി എന്നുള്ള ലെവലിൽ തന്നെയാണ് നമുക്ക് അധിക സ്മാർട്ട് ഫോണുകളും കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഹുവാവി മാറ്റ് X7 സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവർ ഡ്യൂറബിലിറ്റിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് നൽകിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഈ ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ അവർ ഇറക്കിയിട്ടുള്ളത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു അത്രയും ദിവസത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. നെബുല റെഡിലും ബ്ലാക്കിലും. ഇനി ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും പിറകു വശം യൂസ് ചെയ്തിരിക്കുന്ന വീഗൻ ലെതർ മെറ്റീരിയലാണ്. ഏവിയേഷൻ ഗ്രേഡ് അലൂമിനിയമാണ് ബോഡി ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ലൊരു മസ്കുലർ ലുക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഏകദേശം ഒരു തിക്നെസ് നമുക്ക് ഈ ഒരു ക്യാമറ ബമ്പിലും കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ അൺഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 4.5 mm മാത്രമാണ് തിക്നെസ്. അതായത് ഈ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടിൻ്റെ ആ ഒരു തിക്നെസ്സേ ഉള്ളൂ. ഇനി ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും 9.5 mm ആണ് തിക്നെസ് വരുന്നത്. 236 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി ഡ്യൂറബിലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹിഞ്ചസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹിഞ്ചസ് ആണ്. അതും 0 ഗ്യാപ്പ് ഹിഞ്ചസ് എന്നുള്ള രീതിയിലാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. 3 ലെയർ പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു മെയിൻ ഡിസ്പ്ലേയിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ IP58 and 59 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ ആണ്. സോ പ്രഷർ വാട്ടർ പോലും ഓവർകം ചെയ്യുന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡ്യൂറബിലിറ്റിക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ ഡിസ്പ്ലേ വരുന്നത് 8 ഇഞ്ചിലും അതുപോലെ ഈ ഒരു കവർ ഡിസ്പ്ലേ വരുന്നത് 6.49 ഇഞ്ചിലാണ്. രണ്ടും OLED പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. LTPO പാനലാണ്. 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിൽ 412 പിക്സൽ പെർ ഇഞ്ചാണ് രണ്ടിൻ്റെയും ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാം. 3000 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ ഏതൊരു സിറ്റുവേഷനിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റീഡ് ചെയ്യാനും കൂടി സാധിക്കുന്നുണ്ട്. ഈ ഒരു കവർ ഡിസ്പ്ലേ കോഡ് കവേർഡ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇത്രയും വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. താരതമ്യേന ക്രീസും നമുക്ക് വലിയ രീതിയിൽ ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. ഇനി അതല്ല നമുക്കൊരു നോർമൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണം എന്നുള്ള തരത്തിലാണെങ്കിൽ ഈ ഒരു കവർ ഡിസ്പ്ലേയിൽ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. ഇവരുടെ തന്നെ പ്രോസസ്സറായിട്ടുള്ള കിരിൻ 9030 Pro എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കലി നമുക്കിത് 4G സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കുമെങ്കിലും ഈ ഒരു സെയിം സ്മാർട്ട് ഫോൺ ചൈനയിൽ 5G സപ്പോർട്ട് ആകുന്നുണ്ട്. സോ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണണ്ട. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെയിം സ്മാർട്ട് ഫോണിൽ 5G അല്ലെങ്കിൽ 5.5G യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് മൾട്ടി ടാസ്കിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ ഗെയിമിംഗ് എത്ര നമ്മൾ കളിച്ചാൽ പോലും ഇത്തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്മൂത്ത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ 16 GB റാമിൽ 512 GB ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. ആസ് യൂഷ്വലി ഡ്യുവൽ ബാൻഡ് 4G ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 6 ആണ് വരുന്നത്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. പക്ഷേ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ടാപ്പ് ആൻഡ് പേ എന്നുള്ള രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. 5600 mAh ബാറ്ററിയും 66 വാട്ടിൻ്റെ വയർഡ് ചാർജ് ഇതിൽ സപ്പോർട്ടാണ്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. 7.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. സോ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ eSIM കാർഡ് സപ്പോർട്ടാണ്. അതായത് ഒരു സമയം നമുക്ക് 2 നാനോ സിം കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് eSIM കാർഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. EMUI 15 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഗൂഗിൾ മൊബൈൽ സർവീസ് ഇതിൽ സപ്പോർട്ടല്ല. പക്ഷേ ഹുവാവിയുടെ ആപ്പ് ഗാലറിയിൽ Gbox എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്കൊരു പ്ലേ സ്റ്റോർ കാണാൻ സാധിക്കും. അതിൽ നമ്മുടെ Gmail വെച്ച് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനും അതൊക്കെ ഇതിൽ സപ്പോർട്ട് ആവുന്നതാണ്. ഇവൻ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ബാങ്കിങ് ആപ്ലിക്കേഷൻ നിലവിൽ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ GCCയിലുള്ള ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ സപ്പോർട്ടുണ്ട്. പക്ഷേ 100% എല്ലാ ആപ്ലിക്കേഷനും വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. സോ
ഹുവാവി സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണോ സപ്പോർട്ട് ആവാത്തത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. എനിവേ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ സൈഡിൽ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് വളരെ ഈസി എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരേ സമയം നമുക്ക് 3 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നിലവിൽ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു ഫോണിന്റെ ക്യാമറയെ കുറിച്ച് ചിലത് പറയാനുണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ലെൻസ് OIS സപ്പോർട്ടാണ്. 40 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്, 50 മെഗാ പിക്സലിന്റെ 3.5x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ആൻഡ് മാക്രോ ലെൻസ്, അതിലും OIS സപ്പോർട്ടാണ്. സോ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിക്ക സ്മാർട്ട് ഫോണുകളിലും നമുക്ക് മെയിൻ ക്യാമറയിൽ ഫിക്സ്ഡ് അപ്പാച്ചറാണ് യൂസ് ചെയ്യാറുള്ളെങ്കിൽ ഇതിൽ വാരിയബിൾ അപ്പാച്ചറാണ്. അതായത് f1.5 മുതൽ f4.0 എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോ മോഡിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതും ഫിസിക്കലി നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു ക്യാമറയിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് കിഡിലനായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഫോൾഡിംഗ് ഡിവൈസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് നൽകുന്ന സ്മാർട്ട് ഫോൺ എന്ന് സംശയം പറയാൻ സാധിക്കും. എസ്പെഷ്യലി മെയിൻ ലെൻസിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ മിക്കതും നല്ല ഡീറ്റെയിൽസ് നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കളേഴ്സ്, ഒട്ടുമിക്ക ഫോട്ടോസും നമുക്കൊരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡയലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും കിഡിലനായിട്ടുള്ള HDR ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 40 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള അൾട്രാ വൈഡ് ഫോട്ടോസും നമുക്കിതിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ടെലിഫോട്ടോ ലെൻസിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ പോർട്രേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ മറ്റ് ഒബ്ജക്റ്റീവ് പോർട്രേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് മിക്ക ഫോട്ടോസും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ് ടു 100x ആണ് ഇതിൽ ഡിജിറ്റൽ സൂം ചെയ്യാൻ സാധിക്കുക. ഇനി 100x എടുത്ത ഫോട്ടോസ് ആണെങ്കിലും ഒരു റീഡബിൾ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം മാക്രോ പെർഫോമൻസ് ആണ്. നല്ല കിഡിലനായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിലുള്ള മാക്രോ ഫോട്ടോസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഡേലൈറ്റ് ആണെങ്കിലും HDR ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കിഡിലൻ ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യമാണെങ്കിൽ മെയിൻ ഡിസ്പ്ലേയിലും ഈ ഒരു കവർ ഡിസ്പ്ലേയിലും യൂസ് ചെയ്തിരിക്കുന്നത് 8 മെഗാ പിക്സലാണ് വരുന്നത്. സാധാരണ രീതിയിൽ ഈ ഒരു മെയിൻ ഡിസ്പ്ലേയിലെ സെൽഫി ക്യാമറ അത്ര ഗംഭീരമാണെന്നോ അല്ലെങ്കിൽ അത് നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പകരം കവർ ഡിസ്പ്ലേയിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. കവർ ഡിസ്പ്ലേയിൽ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് ഡയലൈറ്റ് ആണെങ്കിലും HDR ആണെങ്കിലും പോർട്രേറ്റ് ഒക്കെ ആണെങ്കിൽ ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആസ് യൂഷ്വലി ഫോൾഡിംഗ് ഡിവൈസിലൊക്കെ നമുക്ക് ഈ ഒരു റിയർ ക്യാമറയെ സെൽഫി ക്യാമറ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ നല്ല വൈഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നോർമൽ വൈഡ് ആയിട്ടുള്ളതും സൂം ആയിട്ടുള്ളതും അതുപോലെ തന്നെ സാധാരണ ഈ ഒരു സെൽഫി ക്യാമറയിൽ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു റിയർ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെൽഫി ആയിട്ടും എടുക്കാൻ സാധിക്കും. സോ വീഡിയോ സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ ക്വാളിറ്റി എത്രയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി, നല്ല ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇവൻ HDR പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഫോൾഡിംഗ് ഡിവൈസുകളിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽസ് നമുക്ക് ഫേസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഓവറോൾ വീഡിയോ വൈസ് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഹുവാവി മാറ്റ് X7 പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 16GB + 512GB നിലവിൽ 6619 ഖത്തറിയാലാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ഓഫേഴ്സ് ആൻഡ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റിയൊരു സ്മാർട്ട് ഫോൺ അല്ല. ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ പോകുന്നത്.
നിങ്ങൾക്ക് നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ വേണം, അതുപോലെ തന്നെ നല്ല ക്യാമറ പെർഫോമൻസ് വേണം, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എനിവേ, ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഹുവാവി സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നത് കൂടിയാണ്. എന്നും പറയാനുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.